സർക്കാർ ഭൂമി കൈയേറി അനധികൃതമായി നിർമ്മിച്ച പള്ളി നിമിഷ നേരം കൊണ്ട് തവിടുപൊടിയായി. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ സംഭാലിൽ നിന്ന് വന്ന വാർത്തയാണിത്. യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതിരിക്കാൻ കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ സംഭാൽ പ്രദേശം. നിയമത്തിന് മുന്നിൽ ആരും അതീതരല്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് UP ഭരണകൂടം ഇതിലൂടെ നൽകുന്നത്. എന്താണ് സംഭാലിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നോക്കാം. നഖാസ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കസേർവ ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത്. അവിടെയുള്ള മുസ്തഫ ഖാദ്രി പള്ളിയാണ് അധികൃതർ അർദ്ധരാത്രിയിൽ പൊളിച്ചു നീക്കിയത്. കാരണം ശ്മശാനത്തിന് വേണ്ടി മാറ്റിവെച്ച ഗ്രാമസഭാ ഭൂമിയിലാണ് ഈ പള്ളി അനധികൃതമായി കെട്ടിപ്പൊക്കിയത്. ഇതിന്റെ ഒരു ഭാഗം നേരത്തെ തന്നെ പൊളിച്ചിരുന്നു. എന്നാൽ ബാക്കിയുള്ള ഭാഗം കൂടി കഴിഞ്ഞ ദിവസം 2 ബുൾഡോസറുകൾ വെച്ച് പൂർണ്ണമായും ഇടിച്ചു നിരത്തുകയായിരുന്നു. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഭരണകൂടം തയ്യാറല്ല എന്നതിന്റെ കൃത്യമായിട്ടുള്ള തെളിവായിരുന്നു യാതൊരു മടിയുമില്ലാതെയുള്ള ആ രാത്രിയിലെ നടപടി. ഈ പൊളിച്ചു നീക്കലിന് വലിയൊരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. സംഭവം പരിശോധിക്കാൻ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി സംഘം അവിടെ എത്തിയിരുന്നു. എന്നാൽ അവർ അവിടെ വന്ന് കാര്യങ്ങൾ കണ്ട് മടങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഉദ്യോഗസ്ഥർ തങ്ങളുടെ നടപടികൾ വേഗത്തിലാക്കി. പള്ളി പൊളിക്കുക മാത്രമല്ല, അതിന്റെ അവശിഷ്ടങ്ങൾ വരെ അവിടെ നിന്ന് ഭരണകൂടം പൂർണ്ണമായും നീക്കം ചെയ്യുകയും ചെയ്തു. ഈ സ്ഥലം വഖഫ് ബോർഡിന്റേതാണെന്നും സർക്കാർ തിടുക്കപ്പെട്ട് നടപടിയെടുത്തു എന്നുമാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഇപ്പോൾ ആരോപിക്കുന്നത്. പക്ഷേ സർക്കാർ രേഖകളിൽ ഇത് വ്യക്തമായും ഗ്രാമസഭയുടെ ഭൂമി തന്നെയാണ്. അതിനിടയിൽ പള്ളിക്കുള്ളിൽ നിന്ന് ചില പോസ്റ്ററുകളൊക്കെ, വിവാദപരമായിട്ടുള്ള ചില പോസ്റ്ററുകൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് പ്രത്യേക കേസും എടുത്തിട്ടുണ്ട്. സംഭാൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വളരെ വലിയ സുരക്ഷാ വെല്ലുവിളികളുള്ള ഒരു പ്രദേശമാണ്. മുമ്പ് അവിടെ മറ്റൊരു പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും വലിയ കലാപവും ഒക്കെ നമ്മൾ കണ്ടതാണ്. കോടതി വിധിയുമായി ബന്ധപ്പെട്ട് പള്ളി അതിന്റെ അളക്കാൻ വേണ്ടി പോയതും സർവേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായ കലാപവും മറ്റും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും അവസരം നൽകാത്ത രീതിയിലാണ് പോലീസ് തങ്ങളുടെ കരുനീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ യോഗി ഭരണകൂടത്തിന്റെ ആ സീറോ ടോളറൻസ് പോളിസിയാണ് ഇവിടെ നമ്മൾ വീണ്ടും കാണുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, വോട്ട് ബാങ്ക് രാഷ്ട്രീയമോ മതപരമായിട്ടുള്ള സെന്റിമെന്റ്സോ ഒന്നും ഇനി വില പോവില്ല. നിയമം ലംഘിച്ച് ആരെന്ത് നിർമ്മിച്ചാലും അത് വെച്ച് പൊറുപ്പിക്കില്ല എന്ന കർശനമായിട്ടുള്ള താക്കീതാണ് സംഭാലിലെ ഈ ബുൾഡോസർ നടപടി. പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ കോടതിയിൽ പോകാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുന്നതിൽ ഭരണകൂടത്തിനെതിരെ എന്തെങ്കിലും വിധി പുറപ്പെടുവിക്കാൻ കോടതിക്കും കഴിയില്ല എന്നതാണ് വാസ്തവം.